നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫ്രാങ്കി റെസിപ്പിയാണ്. ഫ്രാങ്കീസ് കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചപ്പാത്തി റോൾ പോലെ വരുന്നതാണ്. വീട്ടില് ചപ്പാത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. വെജിറ്റേറിയൻ ഫ്രാങ്കി ഉണ്ടാക്കാം, പനീർ ഉണ്ടാക്കാം, ഉള്ളിൽ എന്ത് ഫില്ലിംഗ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ ഫ്രാങ്കിയാണ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അത് മാത്രമല്ല ടേസ്റ്റ് ആയിരുന്നു, പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഫുൾ തീർക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടാവും. എന്തായാലും നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഓക്കെ, വരൂ നമുക്ക് കാണാം ഫ്രാങ്കീസ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു വലിയ സവോള, 3 വെളുത്തുള്ളി, കുറച്ച് മഷ്റൂം, ബേബി കോൺ, 3 കളറിലുള്ള ക്യാപ്സിക്കം, പിന്നെ ഉപ്പും കുരുമുളകും ഇട്ട് ബോയിൽ ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ. ഈ ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്തിട്ട് പനീരാക്കാട്ടുള്ളൂ. എല്ലാം തന്നെ ചോപ്പറിൽ വെച്ചിട്ട് കുരുകുരുകുരേന്ന് പറഞ്ഞിട്ട് മുറിക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ ചിക്കൻ നമ്മൾ ഷ്രെഡ് ചെയ്തും വെച്ചിട്ടുണ്ട്. നല്ല കുരുകുരേന്ന് മുറിച്ചാൽ മാത്രമേ നല്ല പോലെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുള്ളൂ. ഇനി നമുക്ക് കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, എക്സെപ്റ്റ് വെളിച്ചെണ്ണ. ആദ്യം നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി നല്ലോണം ഒന്ന് സോട്ടേ ആയി എന്ന് കാണുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് മുറിച്ച് വെച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ സവാളയും അങ്ങോട്ട് വഴറ്റണം. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിം ഡൗൺ ആക്കുന്നതേ ഇല്ല. ഒരു സ്മോൾ ഫ്ലെയിം എന്നുള്ള രീതിയിൽ ആക്കുന്നതേ ഇല്ല. എല്ലാം ഹൈ ഫ്ലെയിമിലാണ് പോകുന്നത്. ഇനി നമ്മൾക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഓക്കെ, ആ ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഒന്നും തന്നെ വേണ്ട. ഒട്ടും തന്നെ നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ചപ്പാത്തി ഉള്ളിൽ വെക്കുന്ന സമയത്ത് പിഷ്കുന്നാവും. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള, അതായത് ബേബി കോണും മഷ്റൂമും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം പടപടയെന്നാവും. എന്താ വെച്ചാൽ ഹൈ ഫ്ലെയിം ആയതുകൊണ്ട് എല്ലാം പടപടയെന്നാവും. ഇതിൽ ഞാൻ ഇവിടെ ഫ്രാങ്കിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഫ്ലേവറാണ് കൊണ്ടുവരുന്നത്. സോസുകൾ ഒഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇന്ത്യൻ ഫ്ലേവറിലാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഇന്ത്യൻ ഫ്ലേവറിൽ വരുന്ന സമയത്ത് നമുക്കൊരു നല്ല ഫീലിംഗ് ആയിരിക്കും, നല്ല എരിവായിരിക്കും, ചപ്പനയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ടോളൂ, ഉപ്പ് ആവശ്യത്തിന് ഇട്ടോളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ചിക്കൻ മസാലയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മഷ്റൂം നന്നായിട്ട് കുരുകുരേന്ന് മുറിച്ചതെന്ന് ലൈറ്റായിട്ട് വെള്ളം വരാൻ തുടങ്ങും. അതുകൊണ്ട് ഫ്ലെയിം ഒരിക്കലും നിങ്ങൾ താഴ്ത്താൻ പാടില്ല. നല്ല പോലെ ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം തന്നെ നന്നായിട്ടാവട്ടെ. ഈ സമയത്ത് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ടാണ് ചിക്കനെ വേവിച്ചിരിക്കുന്നത്. ഇനി നന്നായിട്ട് അതും കൂടി ഇളക്കുക. അപ്പോൾ നല്ല പോലെ ഒരു ബൈൻഡിങ് ടെക്സ്ചർ വരും. നമ്മുടെ മഷ്റൂം കാരണം കൊണ്ടാണ് ആ ബൈൻഡിങ് ടെക്സ്ചർ വരുന്നത്. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ആവി കയറ്റുക. ആവി കയറ്റി കഴിഞ്ഞതിന് ശേഷം തുറക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇനി ഇഷ്ടമുള്ള സോസ് നിങ്ങൾക്ക് ഒഴിക്കാം. ഞാൻ ചില്ലി സോസ്, പീനട്ട് സോസ്, സോയാ സോസ് ഇതാണ് ഒഴിച്ചിരിക്കുന്നത്. ഇല്ല, നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, വെറും ടൊമാറ്റോ സോസാണ് ഒഴിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ മതി. ഏതെങ്കിലും ഒരു സോസ് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുത്തോളൂ. ഞാൻ ഈ 3 സോസുകളും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. നല്ല പോലെ വഴറ്റിയിട്ട് വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ ഡ്രൈ ആക്കിയിട്ട് എടുക്കാൻ നോക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്തിനാണ് വെറുതെ ഹൈ ഫ്ലെയിം എന്ന് പറയണമെന്ന് വിചാരിക്കേണ്ട. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം വരാൻ തുടങ്ങും. വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനിന്നും മഷ്റൂമിനും വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് വറ്റിക്കാനേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. ഇതുപോലെ നമ്മൾ ആക്കിയെടുത്തിട്ട് ഞാൻ മനുവിനോടാണ് ഞാൻ ഉപ്പ് നോക്കാൻ പറഞ്ഞത്, ബിക്കോസ് എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഇനി ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. തലേദിവസം ഉണ്ടാക്കിയ ചപ്പാത്തി ഒന്ന് ചൂടാക്കി വെക്കുക. അടിപൊളിയാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത്. കുറച്ച് മയനൈസ് അതിലേക്ക് ആക്കി കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഈ മസാല അങ്ങോട്ട് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ചപ്പാത്തി അങ്ങോട്ട് റോൾ ചെയ്യുക. നിങ്ങൾക്ക് ഇതിലൊരു വേരിയേഷനായിട്ട് എന്ത് വേണമെങ്കിലും വെക്കാം. ഇതിൻ്റെ മുകളിൽ ഇനി മുട്ട വെക്കണോ, അല്ല ഇതിൻ്റെ മുകളിൽ ചീസ് വെക്കണോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ പാകത്തിനും അല്ലെങ്കിൽ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിനുമുള്ള ഒരു കാര്യമാണ് ഈ ഫ്രാങ്കി റെസിപ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിലൊരു വേരിയേഷനായിട്ട് മനുവിൻ്റെ ഏറ്റവും പ്രിഫർ ആയിട്ടുള്ള മൊസറല്ല ചീസാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇടുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ വേരിയേഷൻ നിങ്ങൾക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഈ ഒരു കാര്യമാണ് ഞാൻ ഈ വെള്ളം വരും എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇതിൽ നമ്മൾ ഡ്രൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ മടക്കണതോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചപ്പാത്തി ഡ്രൈ ആവാണ്ട് ഭയങ്കരമായിട്ട്
പിതുന്നാവാൻ തുടങ്ങും. ഇപ്പോൾ കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല അടിപൊളി ജ്യൂസി ടെക്സ്ചറോട് കൂടിയിട്ട് നിങ്ങളുടെ ഫ്രാങ്കി റെഡി ആയിരിക്കും. ഇനി നമുക്ക് കഴിക്കാം. Frankie. Frankie? Yes. Give me. Let me taste. I'll give you. No, that's the cheese. Wow. ഞാൻ തരാലോ. That's the cheese one. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പം ഉണ്ടാക്കിത്തരാം. ചൂടോടെ ഉണ്ടാക്കിത്തരാം. ഓക്കെ. മേല് കഴിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേമാതിരി ഏത് വേരിയേഷൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഫ്രാങ്കീസ് ഉണ്ടാക്കാം. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒരുപോലെ ഇഷ്ടാവും. അപ്പം നാളെ കാണാട്ടുള്ളൂ. Winnie's Kitchen.